ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് ജോലി തുടങ്ങി സേവനം തുടങ്ങിയിട്ട് 30 കൊല്ലം പിന്നിടുമ്പോഴും ഇന്നുവരെ ശമ്പളം വാങ്ങാതെ ഉസ്താദ് അവർകൾ സേവനം തുടരുകയാണ്. പ്രഭാഷണങ്ങൾ ഒന്നല്ല, ഒരു ദിവസം 4ഉം 5ഉമൊക്കെയാണ്. ആ പ്രഭാഷണങ്ങളിൽ ചിലത് പിലാത്തറ മോഡല് 7 മണിക്കൂർ വരെയൊക്കെ നീണ്ടുപോയത് നമുക്കറിയാം. ആ പ്രഭാഷണങ്ങൾ കൊണ്ട് കോഴിക്കോട്, അതേപോലെ വടകര, അതേപോലെ അങ്ങനെ തലശ്ശേരി, ഒരുപാട് താലൂക്കുകൾ ഒന്നിച്ചു വളച്ചു കെട്ടിയാൽ മാത്രമേ ഇന്ന് ഉസ്താദ് അവർകളുടെ സ്ഥാപനത്തിന്റെ കാമ്പൗണ്ട് വാൾ പണി പൂർത്തിയാവുകയുള്ളൂ എന്ന് വരുമ്പോൾ 100 കണക്കിന് ബസ്സുകൾ പ്രതിദിനം ആ വഴിയിലൂടെയൊക്കെ സഞ്ചരിക്കുകയാണ്. സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസകളിലേക്ക് കുട്ടികളെ ശേഖരിച്ചുകൊണ്ട് അവരെ വീടുകളിൽ നിന്നെടുത്ത് സ്ഥാപനത്തിലെത്തിച്ചും തിരിച്ചും അങ്ങനെ ആ വാഹനങ്ങൾ സർവീസ് നടത്തുമ്പോൾ മലപ്പുറം ജില്ലയിലെ കണ്ണായ നഗരങ്ങളിൽ ഒരിടത്തുപോലും സുന്നിക്ക് പള്ളിയില്ലാത്ത കാലം മാലിക്കുദ്ദീനാർ സ്ഥാപിച്ച 12 പള്ളികൾ ഉൾപ്പെടെ കേരളത്തിൽ ഒരുപാട് മസ്ജിദുകൾ സുന്നത്തി ജമാഅത്തിന്റേതു മാത്രം ആ പള്ളികൾ കോഴിക്കോട് നഗരത്തിൽ 12 ബിദ്അത്തുകാര് കയ്യേറിയപ്പോൾ പഴയകാലത്തെ ഉമറാക്കൾക്ക് പ്രതികരിക്കാൻ കഴിഞ്ഞില്ല. ആലിമീങ്ങൾക്ക് ആ കാലഘട്ടങ്ങളിൽ അതിന് സമൂഹത്തിൽ ധൈര്യം വന്നില്ല. അപ്പോഴാണ് കാന്തപുരം ഉസ്താദിന്റെ മുന്നേറ്റം. ഇന്ന് കേരളത്തിലെ ഒരു വഖഫും ഒരു പള്ളിയും ഒരു സുന്നി സ്ഥാപനവും ഒരു ബിദ്അത്തുകാരനും പാളി നോക്കുകയില്ല, റാഞ്ചാൻ ശ്രമിക്കുകയില്ല, തട്ടിയെടുക്കാനുള്ള ധൈര്യമില്ല. ഇന്ന് നമുക്ക് പറയാൻ കഴിയുന്നത് ഈ ഉസ്താദുമാരുടെ ആർജവം കൊണ്ടാണ്. പേരോട് ഉസ്താദ് നേരിട്ട് മുന്നിൽ നിന്ന് നയിച്ച വിപ്ലവമാണ്. ഒതായിലെ പള്ളി ബിദ്അത്തുകാരൻ തട്ടിയെടുത്തപ്പോൾ അത് തിരിച്ചു പിടിക്കാനുള്ള ഭഗീരഥ യജ്ഞം വലിയ എംഎൽഎമാര്, രാഷ്ട്രീയ പ്രഭുക്കന്മാര് പരമാവധി ഭീഷണിപ്പെടുത്തിയിട്ടും തല്ലിച്ചതച്ചിട്ടും ഒരിഞ്ച് പിന്നോട്ട് പോയിട്ടില്ല. പള്ളി തിരിച്ചു പിടിച്ചുവെന്ന് മാത്രമല്ല, സ്കൂൾ പാഠപുസ്തകത്തിൽ കുത്തിനിറച്ച മുഴുവൻ വഹാബിയ്യത്തും സർക്കാരിനെ കൊണ്ട് തിരുത്തിച്ചു. ഇനി അത്തരം കള്ളക്കളികൾ വിദ്യാഭ്യാസ രംഗത്ത് നടപ്പില്ല എന്ന് ഭരണകൂടം തീരുമാനമെടുക്കുന്നിടത്തുവരെ അതാണ് മുത്തഅല്ലിമുകൾ നേതൃത്വം നൽകി മറ്റു വിദ്യാർത്ഥികളൊപ്പം നിന്ന് SSF ജയിച്ചെടുത്ത നേട്ടം. SYS-ലൂടെ സമസ്ത മുശാവറയിലെ ആ വലിയ വിപ്ലവവും ആ വലിയ നേതൃപാടവവും ആ പ്രഭാഷണ ചാതുരിയുമൊക്കെ നമുക്ക് അഭയമായി വരുമ്പോ അല്ലാഹുവേ നീ ദീർഘായുസ് നൽകണേ തമ്പുരാനെ, ആഫിയത്ത് ഏറ്റിക്കൊടുക്കണേ തമ്പുരാനെ. വേദമതോതിയ ദൂതര് പാതയാണ്, പാഠമാണ്. വജ്ഹദിലമ്പിളി പോലൊരു പൊന്നൊളി തൂകിയ സയ്യിദാണ് ഷാഹിദേ നബി. ആ സ്വര സന്ദേശത്തിനു കാതോർക്കാം, സത്യവും നിത്യവും ഒത്ത പദങ്ങൾക്കായി. ആ സ്വര സന്ദേശത്തിനു കാതോർക്കാം,